Hi friends, welcome back to my today's class chapter 1 continuation. Chapter 1-ലെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കണ്ടത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിന്റെ കോഡിംഗ് ആണ്. അത് അപ് ടു എസിംപ്റ്റമാറ്റിക് കോഡിംഗ് ഗൈഡ് ലൈൻസ് വരെയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് ഇതിന്റെ ബാലൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, patient with inconclusive HIV serology. Inconclusive means ഒരു ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റിൽ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല, അതായത് കൺഫേം ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല, കൺക്ലൂഷനിൽ എത്താൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ടൈമിലാണ് ഇൻകൺക്ലൂസീവ് HIV സിറോളജി കോഡിംഗ് ചെയ്യേണ്ടത്. അതിന്റെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. പേഷ്യന്റ് വിത്ത് ഇൻകൺക്ലൂസീവ് HIV സിറോളജി ബട്ട് നോ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് ഓർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൽനെസ് may be assigned to the code R75. ആ ടൈമിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് R75 എന്ന കോഡാണ്. R75 എന്നാൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇൻകൺക്ലൂസീവ് ലബോറട്ടറി എവിഡൻസ് ഓഫ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. നെക്സ്റ്റ്, പ്രീവിയസ്ലി ഡയഗ്നോസ്ഡ് HIV റിലേറ്റഡ് ഇൽനെസ്. ഒരു പേഷ്യന്റിന് ആദ്യമേ നമ്മൾ HIV റിലേറ്റഡ് ഇൽനെസ് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം എന്താണ് കോഡ് ചെയ്യേണ്ടത്. പേഷ്യന്റ് വിത്ത് എനി നോൺ പ്രയർ ഡയഗ്നോസിസ് ഓഫ് ആൻ HIV റിലേറ്റഡ് ഇൽനെസ് ഷുഡ് ബി കോഡഡ് ടു B20. HIV എന്നൊരു ഡിസീസ് ഒരിക്കലും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസീസാണ്. അതുകൊണ്ട് ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിന് എപ്പോഴെങ്കിലും ഒരു HIV റിലേറ്റഡ് കണ്ടീഷൻ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എപ്പോ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയാലും നമ്മൾ B20 എന്ന കോഡ് ഷുഡ് ബി കോഡഡ്. Once a patient has developed an HIV related illness, the patient should always be assigned code B20 on every subsequent admission or encounter. ആ പേഷ്യന്റ് അടുത്ത എപ്പോൾ അഡ്മിറ്റ് ആയാലും അടുത്ത എപ്പോൾ ഫോളോ അപ്പ് ആയിട്ട് വന്നാലും നമ്മൾ B20 എന്ന കോഡ് ചെയ്തിരിക്കണം. Patient previously diagnosed with any HIV related illness should never be assigned to R75 or Z25. ആ പേഷ്യന്റിന് ഒരിക്കലും R75 എന്നാൽ ഇൻകൺക്ലൂസീവ് ലബോറട്ടറി എവിഡൻസ് ഓർ Z21 എന്ന് പറഞ്ഞാൽ എസിംപ്റ്റമാറ്റിക് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് സ്റ്റേറ്റസ്, അതും ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. B20 എന്ന കോഡ് തന്നെ നമ്മൾ കോഡ് ചെയ്യണം. നെക്സ്റ്റ്, HIV ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ആയ ടൈമിലോ അല്ലെങ്കിൽ പ്യൂപ്പേറിയം മീൻസ് ഒരു ഡെലിവറി കഴിഞ്ഞ ആഫ്റ്റർ 6 വീക്സ് ആ ടൈം പീരീഡാണ് പ്യൂപ്പേറിയം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്, അതിന്റെ ഗൈഡ് ലൈൻസ് നോക്കാം. During the pregnancy, childbirth or puerperium, a patient admitted because of an HIV related illness should receive a principal diagnosis codes of O98.7. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയ ടൈമിൽ ആ പേഷ്യന്റ് എന്തിനു വേണ്ടിയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്? ബിക്കോസ് ഓഫ് HIV റിലേറ്റഡ് ഇൽനെസ് ഉണ്ട്. അതുകൊണ്ടാണ് പേഷ്യന്റ് അഡ്മിറ്റ് ആയേക്കുന്നത് എങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് O98.7 എന്ന കോഡാണ്. O98.7 എന്നാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ഫോളോഡ് ബൈ B20 ആൻഡ് കോഡ്സ് ഫോർ HIV റിലേറ്റഡ് ഇൽനെസ്. അതായത് ഈ പ്രഗ്നന്റ് ടൈമിലും ചൈൽഡ് ബർത്ത് ടൈമിലോ പ്യൂപ്പേറിയം ടൈമിലോ ആ പേഷ്യന്റിന് HIV ഡിസീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ O98.7 സിമ്പിൾ ഡയഗ്നോസിസ് ആയിരിക്കും, ഫോളോഡ് ബൈ B20. അതിന് ശേഷം എന്തെങ്കിലും റിലേറ്റഡ് ഇൽനെസ് ഡോക്യുമെന്റേഷനിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സീരീസിലായിരിക്കും കോഡിംഗ് അറേഞ്ച്മെന്റ് കാണുക. Patient with asymptomatic HIV infection status admitted during pregnancy, childbirth or puerperium should receive codes of O98.7 and Z21.
ഇത് എസിംറ്റമാറ്റിക് HIV ഇൻഫെക്ഷൻ ആണെങ്കിൽ സിംറ്റംസ് ഇല്ല എങ്കിൽ O98.7 അതിനുശേഷം Z21 അസിംറ്റമാറ്റിക് കോഡ്സും കോഡ് ചെയ്യാം. നെക്സ്റ്റ് എൻകൗണ്ടേഴ്സ് ഫോർ ടെസ്റ്റിംഗ് ഫോർ HIV. ഒരു പേഷ്യന്റ് HIV ടെസ്റ്റിന് വരുമ്പോൾ എന്തൊക്കെയാണ് കോഡിംഗ് ഗൈഡ് ലൈൻസ്? If a patient is being seen to determine his or her HIV status, ഒരു പേഷ്യന്റ് എന്തിനാണ് വന്നിരിക്കുന്നത്? ഫോർ ടെസ്റ്റിംഗ് ഓഫ് HIV സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയാണ്. ഒരു പേഷ്യന്റിന് ഡൗട്ട് ഉണ്ട് എനിക്ക് HIV ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? യൂസ് ദ കോഡ് Z11.4. Z11.4 എന്ന് വെച്ചാൽ എൻകൗണ്ടേഴ്സ് ഫോർ സ്ക്രീനിങ് ഓഫ് ഫോർ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയാണ് ആ പേഷ്യന്റ് വന്നേക്കുന്നത്. അപ്പൊ Z11.4. അതിനുശേഷം യൂസ് അഡീഷണൽ കോഡ്സ് ഫോർ എനി അസോസിയേറ്റഡ് ഹൈ റിസ്ക് ബിഹേവിയർ ഇഫ് ആപ്ലിക്കബിൾ. അതായത് നമ്മുടെ ഡോക്യുമെന്റേഷനിൽ വേറെ എന്തെങ്കിലും കണ്ടീഷന് അവര് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ Z11.4ന്റെ കൂടെ ആ റിലേറ്റഡ് കണ്ടീഷന് നമുക്ക് കോഡ് ചെയ്യാം. അതിനുശേഷം ഇഫ് എ പേഷ്യന്റ് വിത്ത് സൈൻസ് ഓർ സിംറ്റംസ് ഈസ് ബീയിങ് സീൻ ഫോർ HIV ടെസ്റ്റിംഗ്, ഒരു പേഷ്യന്റിന് സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ HIV ടെസ്റ്റ് ചെയ്യുമ്പോൾ സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? കോഡ് ദ സൈൻ ആൻഡ് സിംറ്റംസ്. സൈൻ ആൻഡ് സിംറ്റംസ് ആ പേഷ്യന്റിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആ കണ്ടീഷൻ കോഡ് ചെയ്യാം. ആൻഡ് അഡീഷണൽ കൗൺസിലിംഗ് കോഡും കോഡ് ചെയ്യണം. ഒരു പേഷ്യന്റിന് HIV ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ സൈൻ ആൻഡ് സിംറ്റംസും ഉണ്ടെങ്കിൽ സൈൻ ആൻഡ് സിംറ്റംസും കോഡ് ചെയ്തിട്ട് കൗൺസിലിംഗ് കോഡും കൂടെ എക്സ്ട്രാ കോഡ് ചെയ്യണം. Z71.7 human immunodeficiency virus counseling may be used if counseling is provided during the encounter for test. അതായത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്യുമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ Z71.7 കൂടെ കോഡ് ചെയ്യാൻ പാടുള്ളൂ. Next, when a patient returns to be informed of his or her HIV test result. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്തിനാണ്? അവരുടെ HIV ടെസ്റ്റ് റിസൾട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ഇഫ് ദ ടെസ്റ്റ് റിസൾട്ട് ഈസ് നെഗറ്റീവ്, അതായത് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ Z71.7 കോഡ് ചെയ്യണം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കൗൺസിലിംഗ് കോഡ്. അതായത് ഇഫ് ദ ടെസ്റ്റ് റിസൾട്ട് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ B20 എന്ന കോഡല്ലേ, B20 HIV കോഡും പിന്നെ റിലേറ്റഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കോഡും ഫോളോഡ് ബൈ ആയിട്ട് കോഡ് ചെയ്യാം. HIV മാനേജ്ഡ് ബൈ ആന്റി റെട്രോവൈറൽ മെഡിക്കേഷൻ. ആന്റി റെട്രോവൈറൽ മെഡിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു HIV പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിക്കേഷനാണ് ആന്റി റെട്രോവൈറൽ, HIVക്ക് എതിരായിട്ട് കൊടുക്കുന്ന മെഡിക്കേഷൻ. If a patient with documented HIV disease, HIV-related illness or AIDS is currently managed on antiretroviral medication, assign the code B20 human immunodeficiency virus and next Z79.899 other long-term drug therapy may be assigned as an additional code to identify long-term use of antiretroviral medication. ഒരു പേഷ്യന്റിന് HIV ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അപ്പൊ അയാൾക്ക് മെഡിക്കേഷനും കൊടുക്കുന്നുണ്ട്, ലോങ് ടേം ആയിട്ട് മെഡിക്കേഷൻ എടുത്തു വരുന്നുണ്ട് എങ്കിൽ കോഡ് ചെയ്യേണ്ടത് B20 ആദ്യമേ കോഡ് ചെയ്യണം. നെക്സ്റ്റ് Z79.899 ആ ആന്റി റെട്രോവൈറൽ മെഡിക്കേഷന്റെ കോഡോടെ സ്റ്റേറ്റസ് കോഡോടെ കോഡ് ചെയ്യണം. നെക്സ്റ്റ് എൻകൗണ്ടേഴ്സ് ഫോർ HIV പ്രൊഫൈലാക്സിസ് മെഷേഴ്സ്. പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ ഒരു മെഡിക്കേഷൻ, ഒരു HIV-ക്ക് എതിരായിട്ടുള്ള മെഡിക്കേഷൻ കൊടുക്കുന്നതാണ് പ്രൊഫൈലാക്സിസ്. When a patient is seen for administration of pre-exposure prophylaxis medication for HIV, assign code Z29.8.
1. ഒരു പേഷ്യന്റ് എന്തിനാണ് വന്നിരിക്കുന്നത്, അതായത് ഒരു പേഷ്യന്റിന് ഡൗട്ട് ഉണ്ട് HIV ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അതിനെതിരായിട്ട് മെഡിക്കേഷൻ എടുക്കാൻ വന്നെങ്കിൽ കോഡ് Z29.81. Z29.81 എന്നാൽ എൻകൗണ്ടേഴ്സ് ഫോർ HIV pre-exposure prophylaxis. Pre-exposure prophylaxis is intended to prevent infection in people who are at risk for getting HIV through sex or injection drug use. അതായത് ഒരു പേഷ്യന്റിന് HIV ഉണ്ടെന്ന് ഒരു ഡൗട്ട് ഉണ്ട്, മേ ബി വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആ ടൈമിലാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അറ്റ് എനി റിസ്ക് ഫോർ HIV should be also be coded. അത് Z29.81 കൂടെ ഇനി റിലേറ്റഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ളൂ HIV കോഡിംഗ് ഗൈഡ് ലൈന്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ 1 സെപ്സിസ് ക്ലാസ് കാണും. അപ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു ഫ്രണ്ട്സ്.